moon tonight. Something happened for the first time deep inside. There's a rush, what a rush. Cause a possibility that you would ever feel the same way about me. It's just too much, just too much. Why do I keep running from the truth? All I ever think about is you. You got me hypnotized, so mesmerized, and I just got to know. Do you ever think when you're all alone, all that we could be, when this thing could go? Am I crazy or falling in love? Is it real or just another crush? Do you catch your breath when I look at you? Are you holding back like the way you do? Cause I'm trying to walk away, but I know this crush ain't going away. Yeah, 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 yeah. Going away. Yeah, 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 yeah. Has it ever crossed your mind when we're hanging, spending time, girl? Are we just friends? Is there more? Is there more? See, it's a chance we've gotta take, cause I believe that we can make this into something that will last forever, forever. Do you ever think when you're all alone, all that we could be, when this thing could go? Am I crazy or falling in love? Is it real or just another crush? Do you catch your breath when I look at you? Are you holding back like the way you do? Cause I'm trying to walk away, but I know this crush ain't going away. Yeah, 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 yeah.
ഞങ്ങളുടെ മകനെ അനുയോജ്യനായ പങ്കാളിയെ തിരഞ്ഞെടുത്ത് തന്ന നിന്റെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദിയും കൃതജ്ഞത അർപ്പിക്കുന്നു. വേർതിരിഞ്ഞവയെ സംയോജിക്കുന്നതിനായ ദൈവമേ, ഇസ്ഹാക്കിന്റെ റബേക്കയെ ആസ്വദിച്ച് തൻ്റെ അവകാശിയാക്കിയ കർത്താവെ, നിന്റെ മകനെ സംയോജിപ്പിച്ച് ആസ്വദിച്ചനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മല വധുവായി സ്വയം സ്വീകരിച്ച മിശിഹാനാഥ, ഇന്ന് നടക്കുവാൻ പോകുന്ന ഈ വിവാഹത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായ ഇവരെ സമാധാനത്തിനും മനസ്സിൻ്റെ ഐക്യത്തിനും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. റഘുവൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇവർക്കും സുഖം വരുത്തട്ടെ. അവൻ പുത്രി സാറായെ കൈക്ക് പിടിച്ച് തോബിയാസിനെ ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് അവളെ കൊണ്ടുപോകുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ്റെ ഭാര്യ യജ്ഞായെ വിളിച്ച് ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ അതിൽ തങ്ങളുടെ മുദ്രയും വച്ചു. അനന്തരം അവർ ഭക്ഷണം കഴിച്ചു. റഘുവൽ തൻ്റെ ഭാര്യ യജ്ഞായെ വിളിച്ചു പറഞ്ഞു, അടുത്ത മുറി ഒരിക്കൽ അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറായെ അങ്ങോട്ട് നയിച്ചു. സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ധൈര്യമായി ഇരിക്കുക. വിശ്വസ്നേഹത്തിൻ പൊൻതാരമേ, സത്യസ്വരൂപനാം ദൈവമേ, പാണികൾ കൂപ്പി നിൻ ചാരെ നിന്നിടുന്നു. കനിയൂ, കൃപ ചൊരിയൂ, ഏഴകളാണിവരിൽ. വിശ്വസ്നേഹത്തിൻ പൊൻതാരമേ, സത്യസ്വരൂപനാം ദൈവമേ, പാണികൾ കൂപ്പി നിൻ ചാരെ നിന്നിടുന്നു. കനിയൂ, കൃപ ചൊരിയൂ, ഏഴകളാണിവരിൽ. പല നാളിലും ഇടറുന്ന മനമോടെ ഇരുളാർന്ന പാതയിൽ വീണു ഞാൻ. ഇനിമേലിൽ ഞാൻ ഉരുകുന്ന മനമോടെ തിരുമുമ്പിലെൻ ജീവനേകിടാൻ. കരതാരിലലിവോടെ ചേർത്തുകൊള്ളേണമേ, കരുണതൻ നിറവാകും സർവേശ്വര. കരതാരിലലിവോടെ ചേർത്തുകൊള്ളേണമേ, കരുണതൻ നിറവാകും സർവേശ്വര. വിശ്വസ്നേഹത്തിൻ പൊൻതാരമേ, സത്യസ്വരൂപനാം ദൈവമേ, പാണികൾ കൂപ്പി നിൻ ചാരെ നിന്നിടുന്നു. കനിയൂ, കൃപ ചൊരിയൂ, ഏഴകളാണിവരിൽ. ഒരു വേള നിൻ ദർശനം നേടുവാൻ പദതാരിൽ മുതമോടെ നിൽപ്പു ഞാൻ. തളരുന്ന മനസ്സിൽ കുളിരായി വന്നു നീ കന്മഷമെല്ലാം നീക്കണേ. താവക സ്തുതികൾ അനുദിനം പാടുവാൻ നാവിനിക്കേകി നീ അനുഗ്രഹിക്കൂ.
താവക സ്തുതികൾ അനുദിനം പാടുവാൻ നാവിനിക്കേകി നീ അനുഗ്രഹിക്കൂ. വിശ്വസ്നേഹത്തിൻ പൊൻതാരമേ, സത്യസ്വരൂപനാം ദൈവമേ, പാണികൾ കൂപ്പി നിൻ ചാരെ നിന്നിടുന്നു. കനിയൂ, കൃപ ചൊരിയൂ, ഏഴകളാം ഇവരിൽ വിശ്വസ്നേഹത്തിൻ പൊൻതാരമേ, സത്യസ്വരൂപനാം ദൈവമേ, പാണികൾ കൂപ്പി നിൻ ചാരെ നിന്നിടുന്നു. കനിയൂ, കൃപ ചൊരിയൂ, ഏഴകളാം ഇവരിൽ. Amen.
വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാലെ ദൂരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും, തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവരുടെ ആസ്തഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മന്ദിരി വെള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങയിൽ ആത്മീയ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെയും സഹോദരസ്ലിഹ എഫേസത്തിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിൽ നിന്നപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയിലെ ശിരസ്സായിരുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്നതുപോലെ അവരതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും. ഇത് വലിയ രഹസ്യമാണ്. സഭയോട് ക്രിസ്തുവിനെ ബന്ധപ്പെട്ടിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെപ്പോൾ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ച നമ്മുടെ കർത്താവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു,
ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആഹ്ലാദം നിറഞ്ഞ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മൾ എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ ജിൻസിനും മെറിനും വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജിൻസുമായിട്ടും വരനുമായിട്ടും എന്തെങ്കിലും ബന്ധമുള്ളവർ മാത്രമേ ഇവിടെ കൂടിയിട്ടുള്ളൂ. നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ഈ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അതുപോലെ നമ്മളെക്കാൾ സന്തോഷിക്കുന്ന സ്വർഗത്തിലെ ദൈവം നമ്മളെക്കാൾ കൂടുതലായിട്ട് ഈ നിമിഷത്തിൽ സന്തോഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മം തുടരുവാനായിട്ട് രണ്ട് വ്യക്തികൾ ഒന്നാകുവാൻ പോകുന്ന ആ ദിവസമാണെന്ന് പ്രത്യേകിച്ച് ജിൻസിന്റെയും വരന്റെയും മാതാപിതാക്കന്മാരെല്ലാം ഏറ്റവും അധികം സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഇവരെ പരിപാലിച്ച് വളർത്തി ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് സന്തോഷത്തോടെ കാണുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും വിവാഹം എന്ന് പറയുമ്പോൾ ആദ്യ കുടുംബത്തിന് ജന്മം നൽകിയത് അത് ദൈവ പിതാവാണ്. ഏറ്റവും ആദ്യം കുടുംബത്തിന് ജന്മം നൽകിയത് പിതാവായ ദൈവമാണ്. ആദം ഏകനായിട്ട് ഇരുന്നപ്പോൾ അവൻ അസ്വസ്ഥനായിട്ട് കാണപ്പെട്ടപ്പോൾ ആദത്തിന് സ്നേഹിക്കുവാന്, പരിഗണിക്കുവാന്, അതുപോലെ സന്തോഷം പങ്കുവെക്കുവാനായിട്ട് ഒരു വ്യക്തിയെ കൊടുക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. അപ്പോൾ ആദത്തിൽ നിന്ന് എടുത്ത ഹൗവ ആദ്യത്തെ വിവാഹത്തിന്റെ, ആദ്യത്തെ കുടുംബ ജീവിതത്തിന്റെ തുടക്കം അവിടെയായിരുന്നു. ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ദൈവം മോശ പറഞ്ഞ കാര്യങ്ങള് അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങള് തിരുത്തുന്നുള്ളൂ. ബാക്കിയൊരിടത്തും ഈശോ തിരുത്തുന്നില്ല. ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഈശോ തിരുത്തൽ കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു, ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈശോ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെ അനുവദിച്ചത്. എന്നാൽ അങ്ങനെയല്ല. ഉപേക്ഷാപത്രം കൊടുത്ത് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞ മോശ പറഞ്ഞതുപോലെ അല്ല. അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയല്ല. ആദ്യം മുതലേ ദൈവം മനുഷ്യനെ പുരുഷനെ സ്ത്രീയുമായി സൃഷ്ടിച്ചത് അവസാന ശ്വാസം വരെ അപ്രകാരം അവര് മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. അപ്രകാരം